ഇപ്പോഴത്തെ നമ്മുടെ ചുറ്റുപാടുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ഫാക്ട്സ് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ഒരു ന്യൂസ് മെഷീനറി അല്ലെങ്കിൽ മീഡിയ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എല്ലാവരും ഫാക്ട്സ് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഫാക്ട്സ് പ്രസന്റ് ചെയ്തിട്ട് ഈ ഫാക്ടുകളെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പറയുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ പ്രോബ്ലം ഇസ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കണമെന്ന് മൂന്നാമതൊരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും അയാൾ പറയുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നൊരു പ്രവണത ഇന്ന് സമൂഹത്തിൽ ഉടലെടുക്കുന്നുണ്ട്. അതൊട്ടും ഹെൽത്തി അല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്തിനാണ് ന്യൂസ് വായിക്കുമ്പോൾ ഹെഡ്ലൈൻസിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്? ശരിയാണോ? അപ്പോൾ അതെന്താന്ന് വെച്ചാൽ അതെനിക്കും അറിയില്ല. അപ്പോൾ അതിന്റെ ഇഷ്യൂ ഇതാണ്. നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര സംഭവമാണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അപ്പൊ എന്താന്ന് വെച്ചാല് ഈ ആക്ച്വലി സ്പീക്കിംഗ് നിങ്ങളൊരു ന്യൂസ് കേൾക്കുമ്പോൾ വാർത്ത കേൾക്കുക. ഇന്ന് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിന്റെ ആവശ്യമേ, അതിന്റെ യൂട്ടിലിറ്റിയെ ഒരു ന്യൂസ് ചാനലിനുള്ളൂ, അറിയിക്കാന്നുള്ളത്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു ന്യൂസ് കേൾക്കുകയും ആ മാധ്യമ പ്രസ്ഥാനത്തിന്റെ ആ ന്യൂസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കേൾക്കുകയും ആ അഭിപ്രായത്തെക്കുറിച്ചും ആ വാർത്തയെക്കുറിച്ചും അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് അവർ പറയുകയും ചെയ്തിട്ട് നിങ്ങളും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളൊരു ധ്വനി അതിൽ വരുന്നുണ്ട്. അതാണ് ഈ കളക്റ്റീവ് കോൺഷ്യൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറയുന്നത്.